അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ മൂന്നാം ഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ബി. തമിഴ്നാട്ടിൽ നിന്നുള്ള 9 സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയെ പാർട്ടി മത്സര രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് കെ അണ്ണാമലൈ ജനവിധി തേടുക. മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചെന്നൈ സൗത്ത് സീറ്റിൽ നിന്നാണ് തമിഴിസൈ മത്സരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുന്നത്. വിനോജ് പി സെൽവം ചെന്നൈ സെൻട്രൽ, AC ഷൺമുഖം വെല്ലൂർ, C നരസിംഹൻ കൃഷ്ണഗിരി, L മുരുകൻ നീലഗിരി, TR പരിവേന്ദർ പേരാമ്പലൂർ, നൈനാർ നാഗേന്ദർ തൂത്തുകുടി, പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരി എന്നിവരാണ് ബിജെപിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ 20 എണ്ണത്തിലാണ് ബിജെപി മത്സരിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം ഏറ്റവും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. DMK നേതൃത്വത്തിലുള്ള മുന്നണിയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ് മറ്റു പ്രധാന സഖ്യകക്ഷികൾ. മറുവശത്താകട്ടെ AIADMKയും ബിജെപിയും രണ്ടു വശത്തായി നിന്നുകൊണ്ട് DMK സഖ്യത്തെ നേരിടുന്നു. നടൻ ശരത് കുമാറിന്റെ പാർട്ടിയെ സ്വന്തം പാർട്ടിയിൽ ലയിപ്പിച്ചുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ നീക്കവും ബിജെപി അടുത്തിടെ നടത്തുകയുണ്ടായി. പ്രതിപക്ഷ സഖ്യത്തെ എന്ന പോലെ AIADMKയും ബിജെപിയും തമിഴ്നാട്ടിൽ വലിയ വിജയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. എന്നാൽ മറ്റു കക്ഷികളുടെ എല്ലാം പ്രതീക്ഷ തകർത്തുകൊണ്ട് പ്രതിപക്ഷ സഖ്യം തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ABPC വോട്ടർ ഒപ്പീനിയൻ പോൾ അവകാശപ്പെട്ടത്. തമിഴ്നാട്ടിൽ ആകെയുള്ള 39 സീറ്റുകളിൽ 39 സീറ്റും ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്ന് ABPC വോട്ടർ ഒപ്പീനിയൻ പോൾ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ്, CPI, CPIM, VCK, MDMK, മക്കൾ നീതി മയ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കൊങ്കുദേശ മക്കൾ പാർട്ടി എന്നിവരാണ് DMK സഖ്യത്തിലുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ തേനി ഒഴികെയുള്ള 38 സീറ്റുകളിലും വിജയിക്കാൻ DMK സഖ്യത്തിന് സാധിച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നുവെന്ന ചോദ്യത്തിന് മറ്റു നേതാക്കളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി മോദി ഒന്നാമത് തുടരുകയാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ 58.6% പേർ തെരഞ്ഞെടുക്കുമ്പോൾ 32% പേരാണ് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത്. 4% പേർ ഈ ചോദ്യത്തിന് മറുപടി നൽകാനും തയ്യാറായില്ല. ഏതായാലും തമിഴ്നാട് ബിജെപിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ്.